ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇസ്രായേലിൽ നിന്ന് നിന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗലീലി കടൽ തീരത്താട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ. ഇതാണ് ലോക പ്രശസ്തമായ ഗലീലി കടൽ തീരം. ഇസ്രായേലിലെ ഏറ്റവും മനോഹരവും ചരിത്രപരമായും ആത്മീയമായും ഏറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണിത്. ഗലീലി കടൽ യഥാർത്ഥത്തിൽ ഒരു ശുദ്ധജല തടാകമാണ്. ഹീബ്രു ഭാഷയിൽ ഇതിനെ കിന്നേരത്തെന്നും വിളിക്കാറുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളിൽ ഒന്നായ ഈ തടാകം പ്രകൃതി സൗന്ദര്യം കൊണ്ടും ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം അതീവ വിശുദ്ധമാണല്ലോ. കാരണം യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം ഈ പ്രദേശത്താണ് നിർവഹിച്ചത്. ശിഷ്യന്മാരിൽ പലരും ഈ കടലിൽ മത്സ്യബന്ധനം നടത്തിയവരായിരുന്നു. യേശു കൊടുങ്കാറ്റ് ശാന്തമാക്കിയതും വെള്ളത്തിന് മുകളിൽ നടന്നതും അത്ഭുതകരമായ മീൻപിടുത്തം നടന്നതുമെല്ലാം ഈ ഗലീലി കടലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണല്ലോ. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും തണുത്ത കാറ്റും മനോഹരമായ കാഴ്ചകളും മനസ്സിന് വലിയൊരു സമാധാനം നൽകുന്നു. കടലിൻ്റെ തീരത്തുകൂടി നടക്കാനും ബോട്ടിൽ സഞ്ചരിക്കാനും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും ഇവിടെ നിരവധി ആളുകൾ എത്താറുണ്ട്. ഞങ്ങൾക്കും ഈ മനോഹരമായ സ്ഥലത്ത് സമയം ചെലവഴിക്കാനും വെള്ളത്തിന് മുകളിലൂടെ ഫ്ലോട്ടിംഗ് നടപ്പാതയിലൂടെ നടക്കാനും കഴിഞ്ഞു. വളരെ വ്യത്യസ്തവും മനോഹരവുമായ ഒരു അനുഭവമായിരുന്നു അത്. ഞങ്ങൾ ഈ ഗലീലി കടൽ തീരത്തേക്ക് പോയത് ഒരു ഗ്രൂപ്പായിട്ടാണ്. ഒരു 40-45 പേരുണ്ടായിരുന്നു. അപ്പം ഇവിടെ ആദ്യമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ ഫ്ലോട്ടിംഗ് നടപ്പാതയിലൂടെ നടന്ന് കടലിൻ്റെ ഇച്ചിരി ഉള്ളിലേക്ക് ചെന്നതിന് ശേഷം എല്ലാവരും ആദ്യം ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ നീന്തി കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ കിന്നരത്ത് സെമിത്തേരിയയിലേക്കുള്ള യാത്രയും ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ കഴിച്ചത്. അപ്പം ആദ്യമായിട്ട് തന്നെ കടൽ വെള്ളത്തിൽ ഒന്ന് കുളിച്ച് എല്ലാവരും ഒന്ന് ചൂടിനെ ഒന്ന് ശമിപ്പിച്ചിട്ടാണ് പോയത്. You can take 2 seconds from every picture and you will get your lunch. Come into the water. No. Yes. No. ഗലീലി കടൽ തീരം സന്ദർശിക്കുകയും കൂടെ നടക്കുകയും ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഈ ഗലീലി കടൽ തീരത്തേക്ക് വന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു 10 കിലോമീറ്റർ നടക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും മടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു കുറച്ച് സ്ഥലത്ത് ഇരുന്ന് ഒന്ന് ശാന്തമായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്ത യാത്ര ആരംഭിച്ചത്. ഇതാണ് ഇസ്രായേലിലെ ചരിത്ര പ്രസിദ്ധമായ കിന്നേരത്ത് സെമിത്തേരി. ഗലീലി കടലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയും ചരിത്രവും ഒരുമിച്ച് ചേർന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഇവിടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ച നിരവധി പ്രമുഖ വ്യക്തികളുടെയും കവികളുടെയും എഴുത്തുകാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ശവക്കുടീരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സാധാരണ സെമിത്തേരി മാത്രമല്ല, രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന സ്മാരക ഭൂമിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ എത്തുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ശാന്തതയാണ്. ചുറ്റും മനോഹരമായ മരങ്ങളും പൂന്തോട്ടങ്ങളും അതിന് സമീപം വിരിഞ്ഞു കിടക്കുന്ന ഗലീലി കടലിൻ്റെ കാഴ്ചയും ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ സ്നേഹിക്കുന്നവരും വിനോദസഞ്ചാരികളും ഈ സ്ഥലം സന്ദർശിക്കാൻ എത്താറുണ്ട്. ഞങ്ങൾക്കും ഈ ചരിത്ര പ്രധാനമായ സ്ഥലം സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഇവിടെ ഓരോ ശവകുടീരവും ഒരാളുടെ ജീവിതവും രാജ്യത്തിന് വേണ്ടിയുള്ള സംഭാവനകളും ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ എല്ലാവരും ബഹുമാനത്തോടെയും നിശബ്ദതയോടും കൂടിയുമാണ് പെരുമാറുന്നത്. ഇസ്രായേലിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല, അത്രയധികം ചൂടാണ് ഇവിടെ. പക്ഷേ നമ്മളിങ്ങനെ നല്ല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കുടിക്കാനുള്ള വെള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുടിവെള്ളത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കണ്ടോ, നമുക്ക് കുപ്പികളിൽ വെള്ളം നിറയ്ക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉള്ളതിനാൽ നമുക്ക് ആ കാര്യത്തിലൊരു ബുദ്ധിമുട്ടില്ല.
കിന്നേരത്ത് സെമിത്തേരിയൊക്കെ സന്ദർശിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പിന്നെയും ഞങ്ങളുടെ നടത്തി ആരംഭിച്ചു. നല്ല ഈന്തപ്പനയുടെ തോപ്പിലൂടെ ഉള്ളൊരു നടത്തി 5 കിലോമീറ്റർ. വളരെ മനോഹരമായിരുന്നു. ഈന്തപ്പനയെല്ലാം നല്ലോണം കായ്ച്ച് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയെല്ലാം കണ്ട് നടന്നു. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ യാത്ര ഞങ്ങൾ പൂർത്തിയാക്കി. ഇസ്രായേലിൽ ഒരിക്കലെങ്കിലും വരാൻ അവസരം ലഭിച്ചാൽ ഗലീലി കടലിനൊപ്പം കിന്നേരത്ത് സെമിത്തേരിയും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലമാണല്ലോ ഇത്. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു അനുഭവമായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും കൂടുതൽ ഇസ്രായേൽ വിശേഷങ്ങളും യാത്രാ വീഡിയോകളും കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.